ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പിഴവുകളേറെയെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആരോപിക്കുമ്പോൾ ഉയരുന്നത് CBI അന്വേഷണത്തിന്റെ പ്രസക്തി. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഈ പിഴവുകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഈ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും. വാദങ്ങൾ കോടതി അംഗീകരിച്ചാൽ വീണ്ടും CBI അന്വേഷണമെന്ന വാദം നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ ഉയർത്തും. നവീൻ ബാബുവിനെതിരെ പ്രതിഭാഗം ഉയർത്തിയ വ്യാജ കൈക്കൂലി കേസിൽ അന്വേഷണം നടന്നില്ല എന്നത് പ്രധാന പിഴവായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആത്മഹത്യാ പ്രേരണ കേസ് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ ഇത് പരിഗണിച്ചപ്പോഴാണ് ഹർജി സമർപ്പിച്ചത്. ബിനാമി ഇടപാട് അന്വേഷിച്ചില്ല. ഹോസ്പിറ്റൽ ജീവനക്കാരനായ പ്രശാന്തന് പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയില്ല. പ്രതി ദിവ്യയുടെ ബിനാമിയാകാം എന്ന സംശയം അന്വേഷിച്ചില്ല എന്നും ഹർജിയിലുണ്ട്. കോടതിയുടെ നിലപാടും ഇനി നിർണായകമാകും. പുനരന്വേഷണം വിചാരണ കോടതി തള്ളിയാൽ കേസ് വീണ്ടും ഹൈക്കോടതിയിലെത്തും. അപ്പോൾ CBI അന്വേഷണം ആവശ്യം വീണ്ടും സജീവമാകാനാണ് സാധ്യത. പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. എന്നാൽ അന്തിമ റിപ്പോർട്ട് പേജ് 55-ൽ ഈ ആരോപണത്തിന് തെളിവില്ലെന്ന് പറയുന്നുണ്ട്. ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജ ആരോപണം തെളിയിക്കാൻ കഴിയും. പ്രശാന്തന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണത്തിൽ ശ്രമിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് തെളിഞ്ഞത്. പെട്രോൾ പമ്പിനുള്ള NOC വച്ചു താമസിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടും മറ്റു സാക്ഷ്യങ്ങളും അന്വേഷണ ഏജൻസി മൂടിവെച്ചു. 43-ാം സാക്ഷിയായ പ്രശാന്തൻ വിദേശത്ത് ജോലി ചെയ്ത 20 ലക്ഷം രൂപ സമ്പാദിച്ചതായി പറയുന്നു. എന്നാൽ അദ്ദേഹം 1 ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് ലോൺ എടുത്തതായി അവകാശപ്പെടുന്നു. ഇത് വ്യക്തമായ വിരോധാഭാസമാണ്. ഈ സാക്ഷിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടില്ല. പ്രശാന്തൻ 12/10/2024 മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകിയതായി പറയുന്നു. ഈ പരാതി അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് മൂടിവെച്ചതിന്റെ കാരണം ഈ പരാതി നവീൻ ബാബുവിനെ കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ചാകാം. പ്രശാന്തൻ നവീൻ ബാബുവിന്റെ വീടിനടുത്ത് ഉണ്ടായിരുന്നതായി കാണിക്കുന്ന CCTV വീഡിയോകൾ എഡിറ്റ് ചെയ്തതാണ്. മുഴുവൻ ഫുട്ടേജ് സമർപ്പിച്ചിട്ടില്ല. അതിനാൽ പ്രശാന്തന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ഇതും കുടുംബത്തിന്റെ സംശയമായി ഉയർത്തുന്നു. 14/10/2024 വിജിലൻസ് ഓഫീസിൽ പ്രശാന്തൻ 8 മിനിറ്റ് 33 സെക്കൻഡ് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഒരു പരാതി നൽകിയതായി തെളിവില്ല. ഈ സമയത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി എന്ത് സംസാരിച്ചു എന്നതിനെക്കുറിച്ച് മൊഴിയെടുത്തിട്ടില്ല. പ്രതി PP ദിവ്യയും 16-ാം സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയനുമായി നിരന്തരം ഫോൺ സംവാദങ്ങളും ചാറ്റുകളും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് 14, 15 ഒക്ടോബർ തീയതികളിലെ ചാറ്റുകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇത് പ്രതിയെ സഹായിക്കുന്നതിനാണ്. കളക്ടറുടെ പ്രസ്താവനയിൽ യാത്രയയപ്പ് നടന്ന ദിവസം വൈകുന്നേരം 6:40 മന്ത്രി K. രാജനോട് സംസാരിക്കുകയും കുറ്റസമ്മതം എന്നതിനെക്കുറിച്ച് സംസാരിച്ചതായും പറയുന്നു. എന്നാൽ മന്ത്രി മാധ്യമങ്ങളിൽ ഇത് നിഷേധിച്ചിട്ടുണ്ട്. എന്നിട്ടും മന്ത്രിയുടെ പ്രസ്താവന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കുടുംബം വിശദീകരിക്കുന്നു. ഈ വിഷയം സ്ഥിരീകരിക്കാൻ മന്ത്രിയുടെ മൊഴി അനിവാര്യതയാണ്. മന്ത്രിയുടെ മൊഴി ഉണ്ടെങ്കിൽ മാത്രമേ കളക്ടറുടെ വെളിപ്പെടുത്തൽ ശരിയാണോ എന്നറിയാൻ കഴിയൂ. പ്രശാന്തൻ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരനാണ്. അയാൾ ഒരു പെട്രോൾ പമ്പ് ലൈസൻസ് അപേക്ഷിക്കാൻ കഴിയില്ല. അയാൾ പ്രതിയുടെ ബെനാമിയാകാം എന്ന സംശയം അന്വേഷിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ഒരു പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി ഫൈനൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. ഇലക്ട്രോണിക് തെളിവുകളിൽ ക്രമക്കേടുണ്ട്. പലതും തീയതി ശരിയല്ല എന്നാണ് സമർപ്പിച്ചിരിക്കുന്നത്. 43, 16 സാക്ഷികളുടെ DRD ശേഖരിച്ചിട്ടില്ല. ഇവ ഒരു കൂട്ടുകെട്ടിനെ തെളിയിക്കാൻ സഹായിക്കുന്നുവെന്നും കുടുംബം നിരീക്ഷിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുക്കാതെയാണ് അന്വേഷണം മുന്നോട്ട് പോയത്. സഹോദരൻ പ്രവീൺ ബാബു ഈ ആരോപണവുമായി രംഗത്തെത്തുന്നുണ്ട്. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കോഴ നൽകിയെന്ന പരാതിപ്പെട്ട പ്രശാന്തിനെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷിച്ചിട്ടില്ല. കളക്ടറുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോണുകൾ പരിശോധിച്ചിട്ടില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ താൻ കൈക്കൂലി നൽകിയെന്ന് പ്രശാന്തൻ പറയുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം. അതായത് നവീൻ ബാബു കേസ് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ഉയർന്നു വരികയാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുകയാണ്. കാരണം അസംബ്ലി തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ PP ദിവ്യയുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും വലിയ ചർച്ചയാകുമ്പോൾ ഇത് തലങ്ങൾ പല രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. PP ദിവ്യ വീണ്ടും ഈ കേസിൽ അകത്താകുമോ? അറസ്റ്റ് വരിക്കേണ്ടി വരുമോ? പ്രശാന്തനകത്താകുമോ? കളക്ടർ അരുൺ K. വിജയൻ അടക്കമുള്ളവരുടെ നിലപാടുകൾ എന്തായിരിക്കും? നവീൻ ബാബു മരണത്തിന് മുൻപ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരണം എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് കുടുംബം പറയുമ്പോൾ കൃത്യമായി CBI ഈ കേസിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം വേണം എന്നുള്ള നിലപാട് ഉയർത്തിക്കൊണ്ട് തന്നെയാണ്
മഞ്ജുഷ, അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ രംഗത്തെത്തുന്നത്. തൻ്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത്, ഒക്ടോബർ 15, 16 തീയതികളിൽ തൻ്റെ ഭർത്താവിന് സംഭവിച്ചത് എന്താണ്, യാത്രയയപ്പ് ചടങ്ങിൽ പാലക്കാടേക്കുള്ള പത്തനംതിട്ടയിലേക്കുള്ള യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യ എത്തിയതും അതാരെങ്കിലും പറഞ്ഞിട്ടാണോ ആരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ചാണോ എത്തിയതെന്നും അവിടെ വച്ച് നവീൻ ബാബുവിനെ നാണം കെടുത്തി ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത് എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഇവിടെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. CBI അന്വേഷണം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് കളക്ടറുടെ പ്രസ്താവന യാത്രയയപ്പ് നടന്ന ദിവസം വൈകുന്നേരം 6:30 മന്ത്രി കെ രാജനോട് സംസാരിച്ചെന്നും കുറ്റസമ്മതം എന്നതിനെക്കുറിച്ച് സംസാരിച്ചതായും പറയുന്നു. പക്ഷേ മന്ത്രി ഇത് നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണം എന്നാണ് കുടുംബം പറയുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കേസ് CPM-നെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കി, പ്രതിരോധത്തിലാക്കി എന്നുള്ളത്. കണ്ണൂരിലെ ഒരു ധീരയായ ഒരു വനിതാ നേതാവാണ് പി ദിവ്യയ്ക്കൊപ്പം നിരവധി ആളുകൾ രംഗത്തുണ്ട്. അതായത് ശ്രീമതി ടീച്ചർ അടക്കം ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ദിവ്യയെ സ്വീകരിക്കാനായി ചെന്നത് വലിയ വിവാദ പരാമർശങ്ങൾക്കൊക്കെ ഇടവരുത്തിയിരുന്നതാണ്. ആ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും പി ദിവ്യക്കെതിരെയോ അല്ലെങ്കിൽ പി ദിവ്യയുടെ ബിനാമികൾക്കെതിരെയോ ഒക്കെ അന്വേഷണം വന്നാൽ അത് വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രതിപക്ഷവും BJP-യും അത് വലിയ ആരോപണ ശൃംഖലയാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അത് CPM നന്നായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് CBIക്ക് വിട്ടാൽ കേസിൻ്റെ ഗതി മാറുമോ എന്ന് CPM ഭയക്കുന്നുണ്ട്. ആ ഭയം കേസ് ഹർജി കോടതിയിൽ എതിർക്കാൻ CPM തയ്യാറാകുമോ, സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഒരു പാർട്ടി കുടുംബമാണ് മഞ്ജുഷയുടേത്. എന്നിട്ട് പോലും അവർക്കൊപ്പം നിന്നില്ല എന്ന പരാതി തുടക്കം മുതൽ അവർ ഉയർത്തുന്നുമുണ്ടായിരുന്നു. എന്തായാലും നേരത്തെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാരാണ് അത് എതിർത്തത്. സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഒപ്പം തന്നെയുണ്ട്, എന്താവശ്യത്തിന് ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെയുള്ളൊരു വാദം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കുറേ നാളുകളായി നവീൻ ബാബുവിൻ്റെ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല, നവീൻ ബാബുവിൻ്റെ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നവീൻ ബാബു വിഷയത്തിൽ കുടുംബം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത്, ആത്മഹത്യയാണോ അതോ അത് കൊലപാതകമാണോ, ആരെങ്കിലും തെറ്റുകൾ മറയ്ക്കാനായി സത്യം കണ്ടുപിടിച്ച് തൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയതാണോ, വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ട്രെയിനിൽ കയറി എന്ന് പറഞ്ഞ ഭർത്താവ് രാവിലെ ആയപ്പോൾ തൂങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം നിരവധി ചോദ്യങ്ങൾ മഞ്ജുഷ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊക്കെ തനിക്ക് കൃത്യമായ ഉത്തരം വേണം എന്നാണ് മഞ്ജുഷ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം CBIയിലേക്ക് മാറുമോ, CBI വരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് മഞ്ജുഷ സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും ഇനിയുള്ള പാർട്ടിയുടെ നിലപാട് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.